എന്നാ പറഞ്ഞ ഏത് ലൈറ്റ് ആട്ടോ ഓണാക്കി ആര് അപ്പ എന്തായാലും വന്നതല്ലേ അപ്പ ഇല്ല അപ്പൊ വന്നു നമുക്ക് എവിടെയാ മുടി മുല്ലപ്പൂണ്ട് കസുബും മുണ്ടപ്പൂണ്ട് എനിക്കിഷ്ടം പാവാടും ബ്ലൗസ്. എന്താ സദ്യ ഓണസദ്യ പായസം ചിപ്സ് ഇവിടെ ആശാനിത്ത ഓണം ഇവിടെ ഓണമില്ലല്ലേ ആശാനിത്ത് ജയച്ചാച്ചനോട് ചോദിച്ചപ്പോ ജയച്ചാച്ചൻ പറഞ്ഞു കാക്കമ്മ ഇല്ലാത്തോണ്ട് ഇനി ഒരിക്കലും കാക്കമ്മ ഇല്ലാത്തോണ്ട് ഇനി ഓണമേ ഇല്ലെന്ന് അത്ര ലാഭമല്ലെന്ന്. മുട്ട വെച്ചുണ്ടായിരുന്നു അതെന്തേ മുട്ട വെച്ച് കഴിച്ചോ? പിന്നെ കോഴിക്കോട് രണ്ടാമത്തെ ഓണമല്ലേ അമ്മ കോഴിക്കോട് ഹലുവ കോഴിക്കോട് ഹലുവയോ അമ്മയെ കോഴിക്കോട് ഹലുവ അങ്കിള് തന്നാ കൊടുക്ക് എടുക്ക്. അങ്കിള് എന്നാ എടുക്കടി. ശാമ്പവി സ്ലൈഡ് എടുത്ത് കുത്തുന്നത് ഇതേ പൂവായിരിക്കും. ഇതേ അങ്ങറ്റത്തിരിക്കുന്ന അതിന്റെ തന്നെ. ആ കണ്ടോ കളഞ്ഞിട്ട് വന്നേക്കല്ലേ കേട്ടോ ഒരെണ്ണം. കാരണം ഇതൊക്കെ തിരിച്ചു വരുമ്പോ ഒന്നും കാണാറില്ലാത്തതാണ്. അമ്മയുടെ പൊന്നിങ്ങ വന്നേക്ക്. അമ്മയുടെ പൊന്നിങ്ങ വന്നേ. അമ്മ സുന്ദരി. ഓ എന്നാ സുന്ദരി എൻ്റെ പൊന്ന്. നോക്കിയാ മുടിയൊക്കെ കെട്ടി അമ്മയുടെ പൊന്ന്. ആ സുന്ദരിയാണേ. മുടി കെട്ടി വെച്ചോണേ എപ്പോഴും ഇതുപോലെ മിടുക്കിയ. അപ്പം ചേച്ചി പെണ്ണെ പോലെ കണ്ടോ. ചേച്ചി പെണ്ണ് മുടി കെട്ടി വെച്ചേക്കുന്നുണ്ടല്ലേ. ആ എനിക്ക് ഓണപ്പൂ എന്ന് പറയാം. മുല്ലപ്പൂ. മുല്ലപ്പൂ ഇതിന് തന്നെ 2 മുഴം 140. ഇനിയിപ്പോ നിനക്ക് ഞാൻ വെറുതെ വീട്ടിലിടാൻ വേണ്ടി മുല്ലപ്പൂ മേടിക്കണോ നോക്കട്ടെ. എപ്പോഴൊക്കെ സമയം കിട്ടുമ്പോൾ മേടിച്ചു തരാം. ആ അതൊക്കെ അപ്പുറത്തും കൂടെ അങ്ങനെ ഇതൊക്കെ. ഓക്കെ അതൊക്കെ മതി. കഴിച്ചോ വല്ലോ സമയത്രായി. രണ്ട് ഫോട്ടോ എടുത്തു. ഇവിടുന്ന് എങ്ങനെ നിക്കണ്ടേ? എങ്ങനെ നിൽക്കാൻ സാധനം കേട്ടിട്ടുണ്ട്. ചുമ്മാ നിക്കാനോ? മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞു തരണോ കുട്ടിയെ? മര്യാദക്ക് നിക്ക്. കൈ താത്തിട്. കിടക്കാൻ അറിയോ? ഇരിക്കാൻ അറിയോ? ഇങ്ങനെ നിൽക്കാൻ അറിയോ? ഫ്രിഡ്ജിലോട്ട് ഇങ്ങോട്ട് വാങ്ങി അങ്ങനെ നിൽക്കാതെ. ഇതെന്തുവാ കായൊക്കെ മുന്നോട്ട് വെക്ക്. ആ ആ അങ്ങനെ നിൽക്ക്. ഇങ്ങനെ നിൽക്ക്. ഇങ്ങനെ നിൽക്ക്. വെച്ചോ നിൽക്ക് നിൽക്കാം. ഒരു സെക്കൻഡ്. ഈ മുടിയാണിത്. ആ മുടിയിലോട്ട് ഇങ്ങനെ പിടിച്ച് നിൽക്കുക. അതിങ്ങനെ മനസ്സിലായത്. ഇങ്ങനെ മുടികൾ ഇങ്ങനെ പിടിച്ച് ഞാൻ എപ്പോഴും നിൽക്കുക. ഇങ്ങനെ എവിടെയാടാ അവള് പോവും. അവൻ്റെ അവളൊന്ന് അല്ല ഇങ്ങോട്ട് പടുതിരിക്കും. ഇങ്ങോട്ട് നീ ഇങ്ങനെ വെച്ചപ്പോ അത് ആ ഒത്തിരി ചിരിക്കണ്ട. എനിക്കറിയില്ലല്ലേ. ജയ നിർന്ന് കാണിക്കാം. അതെന്താ എല്ലാരും വെളുക്കാനായിട്ടാ നോക്കുന്നത്. ഇതിപ്പോ ഡാർക്ക് ആക്കണം. ഇത്
അഹങ്കാരത്തിന് കുറവൊന്നുമില്ല. ആര് അവൾ ഇവിടെ ജാട പറഞ്ഞോണ്ടിരിക്കുക. തള്ള ഞാൻ രാവിലെ പുട്ടൊന്നും തന്നില്ലല്ലോ. തള്ളോട് തള്ളു. ഞാൻ വെളുത്തായിരിക്കുന്നു. എന്നെ അതല്ല ഞാൻ അങ്ങനല്ല പറഞ്ഞ. എനിക്ക് അത്യാവശ്യം വെളുപ്പുണ്ട്, എനിക്കത് മതി ഞാൻ പറഞ്ഞു. മുദ്ര ശ്രദ്ധിച്ചു. ഞാൻ അതിനൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ എന്തിനാ നീ ഇങ്ങോട്ട് പറഞ്ഞത്? അത് എനിക്ക് മനസ്സിലായില്ല. ഞാൻ വല്ലതും പറഞ്ഞത് നീ കറുത്താണ്. ഒരു ഓരോരുത്തര് വെളുപ്പിക്കാൻ നോക്കുമ്പോ ഇത് ഡാർക്ക് ആക്കാനാണോ നോക്കുന്നതെന്ന് ഞാൻ ചോദിച്ചേ. എടി അവിടെ വെക്ക് മോനെ. വേണ്ട നല്ല വെളുപ്പ്. കറി വെക്കും ഇന്ന് പിന്നെ. അവിടെ ഒരു പണിയില്ല. ഫുള്ള് കളയാ. അവിടെ മൊത്തം കുളമാക്കി നീയാ. അമ്മ ഇവിടെ നല്ല രസമാണ് ഈ സാധനമൊക്കെ ആയിട്ട്. മുടിയുടെ ജാടയായി കാണിക്കുന്നത്. ഇതിന് ഇരട്ടി മുടി ഉണ്ടായിരുന്ന ആളാണ് ഞാൻ. എൻ്റെ അടുത്ത് മുടി കാണിച്ച് ജാട കാണിക്കുന്നു. എൻ്റെ മുടി വെച്ച് നിനക്കൊന്നുമില്ല. ഇരട്ടി നീളവും ഇരട്ടി വണ്ണവും ഉണ്ടായിരുന്നു. എല്ലാം എൻ്റെ കാക്കമ്മ മെയിൻറ്റെയിൻ ചെയ്ത് തന്നതാ. എനിക്ക് കാക്കമ്മ ഇല്ലല്ലോ. ഇല്ല, നിന്റെ വല്യമ്മ കുളത്തിലത്ത് എൻ്റെ കുഴപ്പമില്ലല്ലോ. നിന്റെ വല്യമ്മ ആരാ? ശ്യാമള, പിന്നെ സരസ്വതി. പക്ഷെ എനിക്ക് ആപ്പാടെ ഒരു വല്യമ്മ ഉണ്ടായിരുന്നല്ലോ, എൻ്റെ കാക്കമ്മ. ആഴ്ച 2 തവണ മുടിയൊക്കെ അങ്ങോട്ട് മസാജ് ചെയ്ത് എണ്ണ അങ്ങോട്ട് പുരട്ടി താളിയൊക്കെ ഇട്ട് തന്ന് നല്ല മുടിയായിരുന്നു. എല്ലാം പോയാച്ച്. അവള് മുടി കാണിച്ചിട്ട് ജാട പറയുന്നു. ജാടേ ഒന്ന് പോകാവോ? സമയത്രയായി? നല്ല കോമ്പിനേഷൻ. സിൽവർ ബ്ലൗസ് അല്ല, ഗോൾഡൻ്റെ ഇതുള്ള ബ്ലൗസും സിൽവറിൻ്റെ ഭയങ്കര പാഷൻ. പിള്ളേരിങ്ങനെയാണോ? സ്കൂൾ ബസ് നിന്നെ കാണാൻ മനസ്സിലാവുമോന്ന് അറിയത്തില്ല. അങ്ങോട്ട് കൈ നീട്ടിക്കണം ചേട്ടന്. കാരണം മേക്കപ്പ് ഒക്കെ ഇട്ട് നീയല്ലാണ്ടായി. അതെ, ഒരിക്കലും ചന്ദനം ഇതുപോലെ വരച്ച പോലെ വെക്കരുത്. അതല്ല, അതിൻ്റെ ഐശ്വര്യമില്ല ഇതിന്. ചുമ്മാ ഇങ്ങനെ ജസ്റ്റ് തേക്കുന്നതിനോടുള്ള ഐശ്വര്യം. ഓ എന്താ പറ. ക്യാമറ ഓഫ് ചെയ്യണോ? പാലെടുത്തിട്ട് വന്നാൽ മതി. കുട വേണ്ടേ? അവള് നനഞ്ഞു വന്നോളൂ. കുട വേണ്ടത്? അവള് നനയും. കിട്ടും. വെള്ളറണം തെണ്ടും. കുട അവിടെ വെച്ചേ. അങ്ങനെ വെക്കാനല്ല ഞാൻ പറഞ്ഞേ. തിരിച്ചു വരുമ്പോഴുള്ള കോലം കാണിച്ചു തരാവേ. തിരിച്ചു വരുമ്പോഴുള്ള കോലം കാണിച്ചു തരാം. ആരെങ്കിലും പിന്നെ പിള്ളേരെങ്ങാനും തപ്പിച്ച് വല്ല ഫോണും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ സെൽഫി എടുക്കാനോ അതിന്റെ കൂടെ നിന്ന് പോയേക്കല്ലേ. ആ, കൊണ്ടുവരില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. കർശന നിയന്ത്രണമാണ് ഇപ്രാവശ്യം. അതങ്ങ് പാലിച്ചാ മതി. ആ, കോളേജിലൊക്കെ ഇതങ്ങോട്ട് മടക്കി വെച്ചേക്ക, ആവശ്യം വരും. ആദ്യം മടക്ക. ടവൽ എന്ന് പറഞ്ഞാൽ കുറച്ച് ഇത് കുറവായിരിക്കണം. വാച്ച് കൈ കെട്ടിയാൽ എന്താ കുഴപ്പം?
ആ 2 വളയും കൂടെ ഒരിടത്തിട്ടിട്ട് കയ്യില് വളമാണ്. ആ തള ഇടുവാണ് ഈ കയ്യിൽ ഇടണം. പക്ഷെ ഈ കയ്യിൽ മൈലാഞ്ചി. വാച്ച് കളഞ്ഞിട്ട് വന്നേക്കല്ലേ. വേറെ ഇതുണ്ടോ ഓറ? വേറെ ഉണ്ടോ? അതിനകത്തിട്ട പോവല്ലോ. ടവൽ എടുക്കുമ്പോൾ പോയേക്കല്ലേ വാച്ച്. ശരി. പൂവ് കായ സുന്ദരിയേ. കുളിക്കാം. എനിക്കിപ്പോ നേരമില്ല കൊച്ചേ, കുറെ പണിയുണ്ട്. നടന്നിട്ട് പണി എന്തോന്ന് സാധനല്ലേ? നാ നടന്നിട്ട് പ്രയോജനവുമല്ല നായ്ക്കിരിക്കാൻ നേരവും. എല്ലാ ദിവസവും പോകാം. ഇല്ല തരാം. ഫോട്ടോ എടുക്കാതാണോ കൊറിയർ അയക്കുന്നത്? ആ ഫോട്ടോ ഞാൻ എടുക്കൂലോ. എവിടെ കൊണ്ട് വെക്കാൻ? ഇത് അയക്കണേ. മിസ്സായി പോയാലോ നോക്കട്ടണോ? അതിന് വേണ്ട. വാ പോയിട്ട് കേട്ടെ. ടാറ്റ ബൈ. ഫോട്ടോ എടുക്കണ്ടേ അപ്പൊ? ഇതിന്റെ വേണ്ട. ഓ നമ്പർ ആണെന്ന് അറിയത്തില്ല. അപ്പൊ ഞാൻ മിസ്സായി പോയാലോ അല്ലേ? സാറിന് ചടങ്ങ് അയച്ചു കൊടുത്താ. നിന്റെ തല മുടിയെ കളർ ചെയ്താരാ? കളർ ചെയ്തോ? അരുൺ കെ മോഹൻ. ഇപ്പൊ കാണുന്നേ. ഇത്രയും നാളെ എന്റെ മുടിയെ കളർ ചെയ്ത് കണ്ടിട്ടില്ല. ഞാൻ മുടി വെട്ടിട്ട് വന്ന പോലെ ചേട്ടാ അറിഞ്ഞില്ലല്ലോ. പിന്നെ അറിഞ്ഞില്ല. വെട്ടിയും പറയാന്ന് എനിക്കറിയാം. വേറെ എത്ര ആൾക്കാരുണ്ട്? ഒന്ന് വരുമോ? ശ്യാമളമ്മയ്ക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കാൻ പോവാം. ശ്യാമളമ്മയ്ക്കും ചേച്ചാച്ചനും. അതുകൊണ്ട് ഇന്നത്തെ കാര്യം തീരുമാനം ആയിട്ടുണ്ട്. ഒരു 12:30ക്കാണ് പോകുന്നത്. തിരിച്ചു വരുമ്പം സമയം ഏകദേശം 7:30 മഴയൊക്കെ ചാറി വരുന്നുണ്ട്. നേരത്തെ മഴയാണ്. രാവിലെ തൊട്ട് മൂടം. മഴ തുടങ്ങി. എപ്പോഴാണ്? ഇവിടെ ഒന്നും ഇപ്പം നനയുന്നില്ലെന്ന് തോന്നുന്നു. നല്ല മഴ പെയ്തില്ല. അത് കഴിഞ്ഞ് രാത്രി പെയ്തായിരുന്നു. അത് ഇന്നലെ ഞങ്ങൾ ഇല്ലാഞ്ഞപ്പം. പക്ഷെ അന്നൊന്നും അറിയാൻ പറ്റിയില്ല. ഞാൻ ഇവിടെ ഉണ്ടെങ്കിലും അറിയാൻ പറ്റുള്ളൂ. മഴ പെയ്താൽ എന്നാ പണിയൊക്കെയാണ് കിട്ടുന്നത്. അത് നോക്കിയിട്ട് വേണം അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ. ഇവിടെ കണ്ടോ കുറച്ച് വെള്ളം വരുന്നത്. അതുപോലെ മഴ കൂടിക്കൂടി വരുന്നുണ്ട്. ചോറ് അവരിപ്പോൾ വരുമെന്ന് ഓർത്താ ഞാൻ തരാഞ്ഞ്. വന്നില്ലല്ലേ? ഒരു ഓട്ടോറിക്ഷ വരുന്ന ഒച്ച കേൾക്കുന്നുണ്ടോ? എവിടെ പോവാ നീ? വാ
ഇങ്ങോട്ട് പോ. അതറിയത്തില്ല. വരുന്നുണ്ടോ? നീ വരുന്നുണ്ടോ? അതല്ല, ഓട്ടോറിക്ഷ അല്ല, വേറെന്തോ താഴെ കൂടെ റോഡിൽ കൂടെ പോയാ. ജയമ്മ രാവിലെ ഇവിടെ ശ്യാമളമ്മക്ക് എന്തോ ഡ്രസ്സ് എടുക്കാൻ, ചേച്ചി ഡ്രസ്സ് എടുക്കാൻ എന്നൊക്കെ പറഞ്ഞ് പോയതാണ്. ഇതെന്താ സംഭവം പറയുന്നത്? സ്റ്റോപ്പ്. അപ്പൊ അങ്ങനെ പോയതാ, വന്നിട്ടില്ല തിരിച്ച്. ഇടയ്ക്കൊന്ന് വിളിച്ചു മുണ്ടൊക്കെ എത്തിന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു 2 മണിക്കൂർ 1.5 മണിക്കൂർ അങ്ങാണ്ടായി. ആരാ? ആയിരിക്കാം. അമ്മയുടെ മോടെ ഒച്ച കേൾക്കുന്നുണ്ടല്ലോ, എൻ്റെ ശംഭു മോടെ, അമ്മയുടെ സുന്ദരിയുടെ ഒച്ച കേൾക്കുന്നുണ്ടല്ലോ. നീ പൊക്കോ, നീ പോ, നീ പോ, നീ പോ, നീ പൊക്കോ. അതിങ്ങതാ അറിയി പോ, നോക്ക് പോ. മീൻകറി വലിച്ചു പോയോ? പക്ഷെ അല്ല, ശ്യാമളമ്മയ്ക്ക് കൊടുക്കായിരുന്നല്ലേ. ചക്കക്കൊരു ഇല്ല, ബീൻസ് ഇല്ല, ഒരു സാധനം ഇല്ല. അപ്പ മാറ്റി വെച്ചു. ഒരു കറിയില്ല, തൈര് മാത്രമേ ഉള്ളൂ. വരച്ചു പോയി. മീന്, പയറും ബീൻസ് സ്കൂളിന് എന്താ കഴിച്ചാ? ചോറിന് അവിയലല്ലായിരുന്നു. അവിയല്, സാമ്പാറ്, തീര് കേട്ടോ. ചേച്ചാ ചെറിയ അതാ തിരിച്ചിട്ടോ അത്. അമ്മ വരാൻ നോക്കിയിരിക്കായിരുന്നു. നീ വൃത്തിയാക്കോ? വൃത്തിയാക്ക അമ്മ അങ്ങനെ കൊതിച്ചിരിക്കുമല്ലോ, കുറെ നാളായില്ല ഇവിടെ വന്നിട്ട്. റെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടല്ലേ വന്നേ? നിങ്ങൾ പണിയല്ല മോനെ? ഇതൊന്നും കണ്ടിട്ടൊന്നും തോന്നുന്നില്ലേ? അത് മാത്രല്ലേ, വെളിയോട്ട് ഇറങ്ങിയിട്ട് വല്ലതും തോന്നുന്നുണ്ടോ? മര്യാദയ്ക്ക് കഴിച്ചാൽ ഇടി തരും ഞാൻ. എടി നിന്റെ മോളെ അമ്മ വന്ന ഉടനെ പറഞ്ഞു കേട്ടോ, ഇവിടെ അത് എന്നാ തക്കാളി ഇല്ല, ബീൻസ് ഇല്ല, ഇവിടെ ഒന്നുമില്ല പറയുവാ അമ്മയോട്. ആപ്പാടെ എന്താന്നുള്ളത്? തൈരും ഉണ്ട്, ബീൻസും ഉണ്ടെന്ന്. ബാ ബാ, അതേ മോന് ഉടുപ്പൊക്കെ വേണ്ട, ഉടുപ്പുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ കഴിക്കത്തില്ല. വാ അമ്മ വാ, അതൊക്കെ ഞാൻ എടുത്തോണ്ട് വന്നോളാം. അമ്മയ്ക്ക് പോന്നേക്ക്. കേൾക്കണ്ട, നോക്കുന്നില്ല. അമ്മ അങ്ങോട്ടൊന്ന് നോക്കാവോ? എന്തെങ്കിലും പറയാനുണ്ടോ? അല്ലേ, മറിച്ചു ആ ഭാഗം മൊത്തം ഒക്കെ ആക്കി. ഇതൊന്നുമില്ല. അതപ്പുറം കാണുന്നല്ല, അത് ചില്ലാണ്.
അവമ്മ ഓർക്കും അതിനപ്പുറമാണ് കാണുന്നത്. അതിന് ചില്ലാണത് അവിടെ. ഇതല്ല അതിനപ്പുറം, അതിനകം അമ്മ കാണുന്ന കണ്ടില്ലേ? ആ ചെരുപ്പെടുത്ത് മാറ്റി വെക്ക. ചെരുപ്പ് പിന്നെ നമുക്ക് എന്താ കാശിന് കുഴപ്പം? അവിടെയൊക്കെ ഓണാകാറാകുമ്പോഴേ ഉള്ളു കാണിക്കുന്നത്. പിന്നെ അവിടെ എന്തേലും ആർക്കെങ്കിലും എന്തെങ്കിലും കാണിക്കണമെന്നുണ്ടെങ്കിൽ അമ്മ ഒരു കാര്യം ചെയ്യും, അമ്മ അങ്ങ് കാണിച്ചോ. തുടങ്ങിയത് ഇപ്പൊ ശരി. ഇതിനകത്ത് ഓരോ വിഷയതാ മതിയോ? മതിയോ? പാല് തൈനകത്ത് ഒഴിച്ച് അടക്കും. മറ്റേ നോക്കട്ടെ എന്തിന് സ്മെല്ല് വയറിന്. അവിടെ നിന്ന് ഭയങ്കര വാചകോടിയാണ് മോള്. ഡി നീ ശ്യാമളമ്മ വന്നപ്പം എന്നാക്കടി പറഞ്ഞത്? എന്നാ അവിടെ അമ്മ അതില്ല ഇതില്ല അങ്ങ് പറയുവാ. അങ്ങോട്ടൊരു കാര്യം, ഇവിടെ പിന്നെ തൈര് മാത്രമേ ഉള്ളൂന്ന്. സത്യം ചോറുണ്ടോ? ഉണ്ട്. ഞാൻ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ ശ്യാമളമ്മ ഇല്ല ചേച്ചാച്ച വരുമ്പോൾ കംപ്ലൈന്റ് പറയും. അത് പറയാതിരുന്നാ പോരെ അന്നേരം. ഞാൻ അതുകൊണ്ട് മിണ്ടുന്നേ ഇല്ല. മിണ്ടി കഴിഞ്ഞാൽ ചേച്ചാച്ചനോട് എന്ന് പറയും ഇവൻ ഇവിടെ ഭയങ്കര. ഇഷ്ടപ്പെട്ടു. അത് കൂടുതലൊന്നും ഇഷ്ടപ്പെടാനില്ല ഇനി. ഓ അമ്മായിമ്മ പോരെന്ന് വരുന്നുണ്ട്, പക്ഷെ മരുമോൻ പോര്. നാരായണി ശ്യാമളമ്മയുടെ സാരി കണ്ടില്ല. ശ്യാമളമ്മയുടെ ബാഗ്, രാജാച്ചിയുടെ ബാഗ. ചേച്ചി ഞാൻ എന്റെ സെലക്ഷനാണ് അമ്മയുടെ സാരി. നല്ലതാണോ ഇല്ലയോ എന്ന് പറയണം. നല്ലതാ, നന്നായിട്ട് ഉടുത്താ നല്ലതാ. നല്ല സാരിയല്ലേ? അല്ലേ? അമ്മ ഇട്ടതെന്ന് പറയാം മെറൂണും ഒരു കറുപ്പും. അത് കുഴപ്പമില്ല, പക്ഷെ അത് സ്ഥിരം അതൊക്കെ ഇടുമ്പോ മെറൂൺ നല്ലൊരു ചുമപ്പായിരുന്നു. ആ ചുമപ്പും കറുപ്പും കൂടെ ഒരു നല്ല നല്ല സ്റ്റൈലല്ലേ ഇത്. അടിപൊളി കളർ. നന്നായിട്ട് ഉടുക്കണേ. ഒരു ഉടുക്ക അറിയത്തില്ലെങ്കിൽ ഉടുക്ക ഇവിടെ പിന്നെ കുത്തിയിട്ട് ചുമ്മാ അങ്ങോട്ടേക്കണം. ഈ ബാഗ് ഇഷ്ടപ്പെട്ടോടി. ഇത് ചാച്ചാച്ചിയുടെ ഷർട്ട്, ചാച്ചാച്ചിന്റെ മുണ്ട്. അതിനെ പറ്റിയല്ലേ? ഇത് നാരായണയുടെ വക. ഇത് എല്ലാത്തിനും നാരായണ. ഇത് നമുക്ക് മേടിച്ചത് അല്ലേ? നാരായണ അങ്കിളിന്റെ വക. ഇതൊക്കെ ഞാൻ ചോദിച്ചിട്ടാ, ഞാൻ കാശ് കൊടുത്ത് മേടിച്ചു. എന്റെ ദൈവം, പൂക്കളൊന്നും പ്രായമായവർക്ക് പൂക്കളൊന്നും വേണ്ട, പ്ലെയിൻ മതി. അതൊന്നും അല്ല. വേണ്ട ശംഭുവിന്റെ വേണ്ടത് നോക്ക്. അവിടെ ഇവിടെ നീങ്ങിയിരിക്കും. അങ്ങോട്ട് ഇതടാ. ആ ഫസ്റ്റ് പിന്നെ അങ്ങനെ അത് കയ്യെ വേണ്ട ഇരിക്കണേ. ഇത് ചക്കരക്കൂട്ടന്റെ നോക്കടി. ശരിയല്ലേ നോക്ക്. ഇത് Clean the house before lighting the lamp. ഇത് ചെയ്യുമോ എനിക്ക്? തൊടല്ല എണ്ണ. അതും തന്നെയല്ലേ കൊച്ചില്ലേ? പാൻറ് ഇത്ര അടുത്താണല്ലേ? കുളിച്ചിടാവേ. അടുത്ത ദിവസം കുളിച്ചിട്ട് നമുക്ക് ഇടാവേ. കേട്ടോ,
താളമേ കുളിപ്പിക്കുന്നത് മോന്റെ കാര്യങ്ങളെല്ലാം ഇനി ശ്യാമളമ്മ നോക്കുന്നത് കേട്ടോ. ശ്യാമളമ്മയ്ക്ക് കൊതിയായിട്ട് വയ്യ, എത്ര നാളായി എന്റെ കൊച്ചിന്റെ കാര്യങ്ങൾ നോക്കിയിട്ടെന്നും പറഞ്ഞോണ്ട് ഓടി വന്നാ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞങ്ങൾ കയറി വന്നപ്പോൾ നീ എന്താണ് പറഞ്ഞത്? എന്താ പറഞ്ഞേ? ഞാൻ പറയാം. ആ ശ്യാമളമ്മേ, ഞാന് സദ്യ സാമ്പാറും കഴിച്ചു. സദ്യ സാമ്പാറും കഴിച്ചെന്നോ? പിന്നെ ശ്യാമളമ്മ പറഞ്ഞ ആ ഓ എന്തോ അമ്മ. ആ പറ. ഒന്നും പറഞ്ഞില്ല. ഒന്നും പറഞ്ഞില്ല? ഇല്ല. ഇവിടെ ഒന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ? ആ കിട്ടി. ആ കിട്ടി. ഇവിടെ ഇവിടെ നല്ല ചോറ്, ചോറും തൈരും ബീൻസും ഉണ്ടെന്ന് പറഞ്ഞു. ആണോ? ആ ചോറും ബീൻസും. ബീൻസ് ഉണ്ടെന്ന് പറഞ്ഞോ? ശ്യാമളമ്മയുടെ രേച്ചാച്ചിയുടെ പേര്, ശ്യാമളമ്മയുടെ രേച്ചാച്ചിയുടെ പേര് വിളിക്കുന്നതോ ജയൻ. ശ്യാമളമ്മ ജയൻ എന്നാണോ വിളിക്കുന്നേ? രേച്ചാച്ചിന്നാ വിളിക്കുന്നത്. ആണോ? രേച്ചാച്ചിയുടെ പേര് വിളിക്കുന്നതോ സദാശിവൻ. ശ്യാമളമ്മ അതെന്നാ പരിപാടിയാ തൊണ്ടം ഭർത്താവിനെ കേറി പേര് വിളിക്കുന്നേ? മതിയോ? ഞാനൊക്കെ പിന്നെ പോട്ടെ, ഇപ്പോഴത്തെ പിള്ളേരെന്നല്ല പോട്ടെ. അമ്മ ജനറേഷനൊക്കെ മാറിയല്ലോ ഞങ്ങളെ. ജയമയുടെ അപ്പയുടെ അപ്പൊ ഞങ്ങളെ അപ്പൊ എടിന്നും ബോഡിന്നും ജയമയുടെ അപ്പയുടെ പേര് വിളിക്കുന്നത് ആറ്. ആരോട്? ഞാൻ എടിന്നൊക്കെ വിളിക്കുന്നത്. ജയമയുടെ ഭാര്യയുടെ പേരെന്താ? അപ്പ ആറ്. എന്റെ ഭാര്യയുടെ പേരാണ് അരുണ്. രേച്ചാച്ചിയുടെ ഭാര്യയോ ശ്യാമളമ്മ. എന്റെ ഭാര്യ അരുണ്, ജയചാച്ചന്റെ ഭാര്യ ശ്യാമളമ്മ. ശ്യാമമ്മയുടെ രേച്ചാച്ചിയുടെ സ്ഥലം പൈക്കാം. രേച്ചാച്ചിയുടെ കൂട്ടാന്റെ പേര് തങ്കച്ചെമ്മൻ. വണ്ടി കെടുക്കുന്നത്. എന്റെ കൂട്ടാന്റെ പേര് ആഷിക്കും ഹാരിബിന് കൂട്ടാനും. എന്റെ സ്കൂളിൽ മെസ്സിലെ കൊറേ പിള്ളേരുണ്ട്. മീനും ഉണ്ട്, സജനയുണ്ട്, എല്ലാം ഉണ്ട്. അവള് വന്നില്ല. അഞ്ജന കാർത്തിക സ്കൂളിൽ എന്റെ അനിയനുണ്ട്. അവളുടെ പേരെന്താ? അനഘ. അനഘാന്റെ ചേച്ചിയാണ്. ആ അനഘയും പിന്നെ മനോശ്രീ. മനോശ്രീ എന്ന് പറയണോ? മനോശ്രീ ആ സ്കൂളിലുള്ളതാ. മനോശ്രീ. പിന്നെ അബൈദ് ഉണ്ട്, ഷാല് ഉണ്ട്. ഷാലിനുണ്ട് ബസ്സിലുള്ള ഒട്ടുണ്ട്, കടലയുണ്ട് എന്ന് പറഞ്ഞു. അതല്ല. ആ അമ്മ സംഭവം ഇവിടെ ചപ്പാത്തിയാണ്. എവിടെ? ആശുനിലയത്തിലോ? അല്ലാന്ന് കൂട്ടത്തൊട്ട് അപ്പവും കടക്കറി. ഇനി അടുത്ത ദിവസം ഏഞ്ചാറ്റിയെ കൊണ്ടോ. ഏഞ്ചാറ്റി കൊറേ മുത്തുണ്ട്, തത്തിയുണ്ട്, പിന്നെ എല്ലാം ഉണ്ട്. പിന്നെ പപ്പായുണ്ട്. പിന്നെ എന്റെ അടുത്തിലെല്ലാം നല്ല TV ഉണ്ട്, സക്കൂസ് ഉണ്ട്, റൂമുണ്ട്. പിന്നെ റൂമ്, പിന്നെ ഇരിക്കുന്ന റൂമ്, സക്കൂസ്, ബാത്റൂമ്, പിന്നെ മൊത്തം വീട്. ശാമ്പുവിടെ വീട്ടിലൊന്നുമില്ലേ? നോക്കേ എന്റെ ഞാൻ പപ്പടം പോളയും കഴിച്ചു, കോവയ്ക്ക പാവച്ചതും കഴിച്ചു. ഞാൻ എഡിറ്റ് പല്ലൊക്കെ തേച്ച് കഴിഞ്ഞ ഡ്രസ്സൊക്കെ മാറി ഇന്ന് വീട്ടിൽ കയറി. സ്കൂളിൽ എന്താ? ചോറ്, അവിയല്, തീരെ സാമ്പാർ. മതിയോ? മതി. പിന്നെ സ്കൂളിലെ വേറെ വിഷയം, സ്കൂളിലെ ടീച്ചറിന്റെ പേരാവോ എന്റെ സ്കൂളിൽ ആശാനിലയം പൊന്നുങ്ങുന്നം. എന്റെ കൂട്ടാനുണ്ട് ആശിക്ക്, പിന്നെ ശ്രീകുട്ടൻ, എല്ലാരും ഉണ്ട്. പിന്നെ പെട്ട് അവനുണ്ട് ജോൺസണും അവരൊക്കെ വന്നില്ലേ. കഴിച്ചെടുത്തോ ഡൈമണ്ട്. ആ ഡൈമണ്ടും കഴിച്ചു. കുപ്പി ലിയാടെ വെള്ളവും കുടിച്ചു. ലബിസയിലുള്ളത് മുടി കിട്ടി. എനിക്ക് മുടി കെട്ടണ്ട. എനിക്ക് മുടിയൊന്നും കിട്ടില്ല. എനിക്ക് അപ്പം മുടി വെട്ടി തന്നു. മതിയോ? എനിക്ക് ഇത് പറയില്ല. എനിക്ക് ചാച്ചി മേടിച്ച ഡ്രസ്സ് ബാലകൃഷ്ണൻ മേടിച്ചത്. അടുത്ത ദിവസം ആലുവായി കൊണ്ടുപോവാം.
ആലുവയിൽ ആരാണുള്ളത്? എവിടെ ഇതൊക്കെ ട്രേഡർ പീസ് ഏതാ മിച്ചറോ? പോർക്കോളിലെ വറുത്ത കടുക് ഇട്ടിട്ട് തിയേറ്ററിൽ പോപ്കോൺ വേണമെങ്കിൽ തിയേറ്ററിൽ പോകണമെന്നല്ല മോനെ എല്ലാം മേടിച്ചോ. മുളക് ഇട്ടത് പൊട്ടിച്ചെടുക്കും. ഏതാ പടോ? തുണരി പറയടാ. ടി വി വന്നിട്ട് തന്നെ നാളെ കുറയായി. ഇവളെ വിചാരിക്കുന്നത് തിയേറ്ററിൽ പോയാൽ പോപ്കോൺ കാണാം, ഒരാഴ്ച കഴിക്കാം. ആ അത് ഈ സിനിമയ്ക്കത്തെ കളിയല്ലേ പോപ്കോൺ ഒക്കെ കഴിക്കുന്നേ, അതിനാണ്. ഞാൻ ഇന്നലെ തിയേറ്ററിൽ പോയി പോപ്കോൺ കഴിച്ചിട്ടില്ല. കാരണം തിയേറ്ററിൽ കൊണ്ടുപോകുന്ന ഒരു വിധത്തിലായിരിക്കും. പിന്നെ പോപ്കോൺ കൂടെ അല്ലും മേടിച്ചു. കഴിഞ്ഞ പ്രാവശ്യം എല്ലാരും കൂടെ ഇറങ്ങി, ഞാനും ചേട്ടായും ഇവളും കൂടെ തുടരും കാണാൻ പോയേ. എല്ലാരും ഇറങ്ങി ഓരോന്ന് പിടിക്കുമ്പോ ഞങ്ങൾ നല്ല അന്തസ്സായിട്ട് ഇവര് കഴിക്കുന്നുണ്ടല്ലേ. ഞങ്ങളെ ഞങ്ങള് ആവേശം കാണാൻ പോയി. അങ്ങനെ ആരും കൊണ്ടുപോയി തരും. മേടിച്ചു പറ്റില്ല. താഴെ പോയി അമ്മ സ്കൂളില് എന്താ ജ്യൂസോ? മാങ്ങ ജ്യൂസോ? ചോറ് തരും. ഹോട്ടലില് ബിരിയാണിയും ജയമൻ ബിരിയാണി, അമ്മ പൊറോട്ട. അല്ല സോറി, ഞാൻ പൊറോട്ട, ജയമ ചിക്കൻ ബിരിയാണി.